രാജ്യത്ത് വീണ്ടും ഇന്ധന വില വർധന. പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും വർദ്ധിപ്പിച്ചു. രണ്ടാഴ്ചക്കിടെ 4ാമത്തെ വില വർധനവാണ് ഉണ്ടാകുന്നത്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ഒപ്പം ഹരികൃഷ്ണയും പ്രദീപ് ജോസഫും അഞ്ജനയും ഒക്കെ നമുക്കൊപ്പം വിവരങ്ങളുമായി ഉണ്ട്. ആദ്യം ദില്ലിയിലേക്ക് ബി ബാലഗോപാൽ ഉണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. വലിയ ഗുഡ് മോർണിംഗ് ഒന്നുമില്ല എന്നതായിരിക്കും ഇപ്പോൾ ബാലുവും മനസ്സിൽ ആലോചിക്കുന്നത്. കാരണം വില വർധനവ് രണ്ടാഴ്ചക്കിടെ ഇത് 4ാം തവണയാണ്. നമ്മളൊക്കെ ഇത് എങ്ങനെയാണ് കടന്നു പോവുക? വാഹനമുള്ള ഏതൊരു മനുഷ്യനും നെഞ്ചിൽ ഇടുത്തി തന്നെയാണ്, അല്ലേ? മൂത്തി പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഗുഡ് മോർണിംഗ് പറയണം എന്ന് ഞാൻ ഇങ്ങനെ സംശയിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇത് ഒരിക്കലും ഒരു ഗുഡ് ന്യൂസോ ഒരു ഗുഡ് മോർണിംഗോ ഉള്ള ഒരു ദിവസമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. രണ്ടാഴ്ചക്കിടെ ഇത് 4ാം തവണയാണ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നത്. അതായത് ചുരുങ്ങിയത് 7.5 രൂപ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ 7.5 രൂപയുടെ വർധനവാണ് ഈ പെട്രോളിനും ഡീസലിനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിലുള്ള വർധനവ് ലിറ്ററിന് പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുടെയും വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡിന്റെ വില ഇങ്ങനെ വർദ്ധിക്കുന്നതും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഇങ്ങനെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ വില വർധനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ ഈ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഇത്തരം ഇരുട്ടടികൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ തന്നെ ഈ എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് ചുരുങ്ങിയത് 10 രൂപയുടെ വർധനവെങ്കിലും വരുത്തണമെന്നായിരുന്നു. ഒറ്റയടിക്ക് അത് വർദ്ധിപ്പിക്കാതെ ഇപ്പോൾ ഘട്ടം ഘട്ടമായി ഏതാണ്ട് ആ തുകയിലേക്ക് വർധനവ് എത്തുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ഈ വർധനവിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ കേരളത്തിലേക്ക് പെട്രോൾ വില 100 കടന്നിരുന്നു. ഇപ്പോൾ ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പെട്രോളിന്റെ വില 100 കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ശരി.